വാർത്താ ദാരിദ്ര്യമാണോ രാഷ്ട്രീയ പകയാണോ എന്നറിയില്ല. യൂത്ത് കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിറകെ കൂടുകയാണ് റിപ്പോർട്ടർ ചാനൽ. ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് തെളിവുകളില്ലാത്ത സാഹചര്യത്തിലും അദ്ദേഹത്തെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് റിപ്പോർട്ടർ നടത്തുന്നത്. എന്നാൽ ആശാവർക്കർമാരുടെ സമരവേദിയിൽ വെച്ച് തനിക്കെതിരെ പതിയിരുന്ന മാധ്യമപ്രവർത്തകന് കണക്കിന് മറുപടി നൽകി രാഹുൽ മാങ്കൂട്ടം കൈയ്യടി നേടി. സമരവേദിയിലെത്തിയ ശേഷം രാഹുൽ മാങ്കൂട്ടം മടങ്ങുന്നതിനിടെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധി വളഞ്ഞത്. രാഹുൽ വേദിയിൽ നിന്ന് പോയാൽ മാത്രമേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തൂ എന്ന് സംഘാടകരെ അറിയിച്ചതിനെ തുടർന്ന് രാഹുൽ തിരികെ പോവുകയായിരുന്നു. ഇതിനിടയിലാണ് രാഹുലിനെതിരെ വന്ന ഓഡിയോ ക്ലിപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് റിപ്പോർട്ടർ ചോദിച്ചത്. വീണ്ടും പ്രകോപനപരമായ ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകന് വായടപ്പിക്കുന്ന മറുപടിയാണ് രാഹുൽ നൽകിയത്. ഓഡിയോയെക്കുറിച്ചാണോ? അതിന് ഞാൻ പ്രത്യേക വാർത്താ സമ്മേളനം നടത്തി വിശദീകരണം നൽകിക്കൊള്ളാം എന്നാണ് രാഹുൽ മാങ്കൂട്ടം പ്രതികരിച്ചത്. രാവിലെ എന്തൊരു കുത്തിത്തിരിപ്പാ ചങ്ങാതി, രാവിലെ എങ്ങനെ ഇത് കഴിയുന്നു, രാവിലെ ഇതിന് പ്രത്യേക ശമ്പളമുണ്ടോ എന്നാണ് തനിക്കെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ച റിപ്പോർട്ടറോട് രാഹുൽ നേരിട്ട് ചോദിച്ചത്. കൂടാതെ അദ്ദേഹം അഞ്ജനയുടെ കേസ് എന്തായി എന്നും ചോദിച്ചു. മറുപടി വയറു നിറയെ വാങ്ങിയിട്ടും റിപ്പോർട്ടർ പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ടപ്പോൾ പറഞ്ഞോളാം, അതിനിപ്പോൾ നിങ്ങൾ പറയേണ്ട കാര്യമില്ല എന്നും രാഹുൽ ക്ഷുഭിതനായിക്കൊണ്ട് അന്തിമ മറുപടി നൽകി. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. നിങ്ങളുടെ പുതിയ രീതി ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല, ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല. കേസ് എന്തായി? അല്ല, രാവിലെ റിപ്പോർട്ടർ ഒന്നും മാറിയുന്നേ അല്ല, നിങ്ങൾ മാറിക്കൂ, ഞാൻ ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ. നിങ്ങൾക്ക് അതിനെപ്പറ്റി താല്പര്യമല്ലോ. ആശമാരുടെ സമരത്തെ പറ്റി പറയാം. നിങ്ങൾക്ക് ആ സമരത്തെ ഒറ്റ കൊടുക്കുന്നതിന് ഞാൻ ചൂടായില്ല, കൂളാണ്. രാഹുലിന് പറയാനുള്ളത് രാവിലെ ഒരു കാര്യമില്ലാതെ ഒരടിസ്ഥാനവും ഇല്ലാത്ത കുത്തിത്തിരിപ്പിന് മാത്രമായിട്ട് റിപ്പോർട്ടറിന് പ്രത്യേക ശമ്പളം. അല്ല, നിങ്ങൾ ആദ്യം ചോദിച്ച വിഷയം നേതാവായിരുന്നു ആശാ സമരം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റത്. അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല. അദ്ദേഹം എത്താത്തതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. KPCCയുടെ യോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. രാവിലെ എന്റെ ചങ്ങാതി അല്ല, ഞാൻ അറിഞ്ഞില്ല, സ്വാഭാവികം അല്ല. എന്റെ ചങ്ങാതി നിങ്ങളുടെ കുത്തിത്തിരിപ്പൊന്നും നാട്ടിലെ ജനങ്ങൾ ബൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട്, അതായത് ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകമായി വൈകാരികതയുള്ള ഒരു വിഷയമാണ്. ഒരു നിയമസഭാ സാമാജിക നിലയിൽ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത് ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ തന്നെ ആലോചിക്കണം, ഈ തുച്ഛമായ പൈസയ്ക്ക് ഏതാണ്ട് 232 രൂപയ്ക്ക് പ്രതിദിന ജീവിതം നയിക്കേണ്ടുന്ന മനുഷ്യന്മാർ 1 കിലോ വെളിച്ചെണ്ണയുടെ വില പോലും ഒരു ദിവസത്തെ അവരുടെ വേതനമായിട്ടില്ല. ആ വേതനമായിട്ടില്ലാത്ത ആളുകൾക്ക് അവരുടെ ന്യായത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ്. ആ സമരം അന്ന് സമരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞത് 1000 രൂപ പോലും കൂട്ടാൻ കഴിയില്ല, കാരണം ഇതെല്ലാം കേന്ദ്രാവിഷ്കൃതമായ പദ്ധതിയാണ്, കേന്ദ്രമാണിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ 1000 രൂപ കൂട്ടിയത് കൊണ്ട് എല്ലാം ആയി ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. കാരണം അങ്ങനെ കണക്കൂട്ടുമ്പോൾ ഏതാണ്ട് 260 രൂപയോ മറ്റുമാണ് ആശാവർക്കർമാരുടെ പ്രതിദിന ശമ്പളമായിട്ട് വരുന്നത്. അതുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ? അപ്പോഴും 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് താഴെയാണ് അവരുടെ ശമ്പളം. അപ്പോ ഇപ്പൊ 1000 രൂപയെങ്കിലും സംസ്ഥാന സർക്കാർ കൂട്ടാൻ പറ്റുന്നത് എങ്ങനെയാ? അപ്പൊ അവർക്ക് റോൾ ഉണ്ടെന്നല്ലേ ഇതിന്റെ അർത്ഥം. അപ്പൊ ഈ റോൾ ഉണ്ടായിരുന്ന ആളുകൾ ഈ 260ഓളം ദിവസങ്ങൾ ഈ അമ്മമാരെ തെരുവിലേക്ക് ഇറക്കി വിട്ടത് എന്തിനാണ് എന്ന് വളരെ കൃത്യമായി സംസ്ഥാന സർക്കാർ പറയേണ്ടതായിട്ടുണ്ട്. അമ്മമാരുടെ സമരം തോറ്റ ചരിത്രമില്ല. അമ്മമാരുടെ സമരം വിജയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതിനകത്തൊരു തർക്കവും വേണ്ട. ഈ അടുത്തൊരു സർക്കാർ വരുമ്പോൾ, UDFന്റെ സർക്കാർ വരുമ്പോൾ ആദ്യം പരിഗണിക്കുക ഈ അമ്മമാരെ ആയിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട ശ്രീ വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഈ അമ്മമാർ കേൾക്കുന്നുണ്ട്, കേരളം കേൾക്കുന്നുണ്ട്, കേരളം മാറി ചിന്തിക്കും.